മേനോൻ മുഖ്യമന്ത്രിക്ക് ദിവ്യ എസ് അയ്യർ എന്ന IAS ഉദ്യോഗസ്ഥയെ കാണുമ്പോൾ മാത്രമാണ് സംസാരിക്കാനോ അവരോടൊന്ന് ചിരിക്കാനോ ഒക്കെ വിമുഖതയുള്ളൂ. പക്ഷേ സംഘപരിവാറുകാരെ കണ്ടാൽ അദ്ദേഹം വായ് തോരാതെ സംസാരിക്കും. അവർ പറയുന്നതെല്ലാം സശ്രദ്ധയോടെ കേട്ടിരിക്കും. ദേ അങ്ങോട്ട് നോക്കിയേ. നിരന്തരമായ പ്രവർത്തനങ്ങൾ, ബോധന ക്ലാസുകൾ ഒക്കെ നടക്കാറുണ്ട്. പക്ഷെ അപ്പോഴും നമ്മളുടെ മുന്നിൽ വലിയ പ്രശ്നങ്ങൾ ഇപ്പോഴും ബാക്കി നിൽക്കുകയും ചെയ്യുന്നു. കേരളം ഒരു ഉപഭോക്തൃ സമൂഹം എന്നുള്ള നിലക്ക് ഈ മാലിന്യ കണ്ടല്ലോ, എന്തൊരു സ്നേഹം! സംഘപരിവാറിനെ പ്രതിരോധിക്കുന്ന ഒരു രീതി നോക്കണേ. അവർ പറയുന്ന കാര്യങ്ങളെല്ലാം എത്ര സശ്രദ്ധമായാണ് കേട്ടിരിക്കുന്നത് നോക്കിയേ. അവരുടെ വാക്കുകൾ ഒരുപക്ഷെ ഇടതുപക്ഷത്തിന്റെ ആരെങ്കിലും പറഞ്ഞാൽ ഇതുപോലെ അദ്ദേഹം കേൾക്കാൻ നിൽക്കത്തില്ല. എന്തിനേറെ പറയുന്നു, ദിവ്യ എസ് അയ്യർ എന്ന കോൺഗ്രസ് കുടുംബത്തിൽപ്പെട്ട ഒരു IAS ഉദ്യോഗസ്ഥയെ പോലും അവഗണിച്ചും അവരോട് അവജ്ഞയോടുകൂടി പെരുമാറിയ വ്യക്തി വേദിയിൽ കയറിയിരുന്ന് സംഘപരിവാറുകാരൻ അടുത്ത് വന്നാൽ ഉണ്ടാകുന്ന സന്തോഷവും അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനും അത് നടത്തിക്കൊടുക്കാനുള്ള ശുഷ്കാന്തിയൊക്കെ ഈ നാടൊന്ന് കണ്ടിരിക്കുന്നത് നല്ലതാണ്. ഇന്നലകളിൽ പിണറായി വിജയനെതിരെ പല ദൃശ്യങ്ങളും ഉപയോഗപ്പെടുത്തി സംഘി ചാപ്പകുത്താൻ പരിശ്രമിച്ചയാൾ എത്ര സിമ്പിളും എത്ര സൗകര്യപൂർവ്വമാണ് നമ്മുടെ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇങ്ങനെയുള്ള വളരെ സൗഹൃദ സംഭാഷണങ്ങളും അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ കേട്ടുള്ള ഇടപെടൽ നടത്തി കൊടുക്കുന്നത്. കാര്യം ഇനി തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇടതുഭരണം വരാതിരിക്കാനുള്ള ജാഗ്രത BJPയെ പോലെ തന്നെ കോൺഗ്രസിന് ഉള്ളതാണല്ലോ. സംഘപരിവാർ അങ്ങനെ ഒരു ടാസ്ക് ഏറ്റെടുക്കണമെങ്കിൽ ആ ടാസ്കിനെ നിരുപാധികം പിന്തുണയ്ക്കേണ്ടത് ഞാനാണല്ലോ. അതുകൊണ്ട് അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഓടി വന്ന് പറയാൻ വളരെ സ്വാതന്ത്ര്യമുള്ള മേനോനോട് എങ്ങനെയാണ് BJPക്കാർക്ക് ഇപ്പോഴുള്ള അക്സസ് എന്നും അവർക്ക് ആ വ്യക്തിക്ക് മേലുള്ള സ്വാതന്ത്ര്യവും തിരിച്ചുള്ള കരുതൽ എന്താണെന്നാണ് ആ ദൃശ്യം തെളിയിക്കുന്നത്. നിരന്തരമായ പ്രവർത്തനങ്ങൾ, ബോധന ക്ലാസുകൾ ഒക്കെ നടക്കാറുണ്ട്. പക്ഷെ അപ്പോഴും നമ്മളുടെ മുന്നിൽ വലിയ പ്രശ്നങ്ങൾ ഇപ്പോഴും ബാക്കി നിൽക്കുകയും ചെയ്യുന്നു. കേരളം ഒരു ഉപഭോക്തൃ സമൂഹം എന്നുള്ള നിലക്ക് ഈ മാലിന്യ